ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന ഒരു കൂട്ടം വിഭവങ്ങളാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെറുപയർ വെച്ചിട്ടുള്ള ഒരു മധുര വിഭവം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴുകി എടുത്ത ശേഷം ഒരു അരമണിക്കൂറൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത് കൊണ്ട് കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ കുതിർത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിത് വേവാനായിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം, വേവിച്ചെടുക്കാനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് വേകണം. ഇനി പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരിച്ചിരി കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പിന്നീട് കൂടുതലുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്ന ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് പ്രഷറൊക്കെ ഇതുപോലെ കംപ്ലീറ്റ് പോയ ശേഷം തുറക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കൂടുതൽ വെള്ളമൊന്നുമില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് തിളപ്പിച്ചത് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ഫ്രൈ പാനോ അല്ലെങ്കിൽ നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അത് കുറച്ചൊന്ന് വറ്റിക്കോളും. ഒരുപാട് അങ്ങനെ ഡ്രൈ ആക്കി എടുക്കണമെന്നില്ല. ഒരിച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നല്ലോണം ഡ്രൈ ആക്കി എടുക്കണ്ട. നമ്മളിനി ഇതിലോട്ടിനി ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര മെൽറ്റ് ചെയ്തത് 250 ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ 250 ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ്, ഉരുക്കിയെടുത്തതാണ്. ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല മധുരമാണ്, പാകത്തിനുള്ള മധുരമാണ് 250 ഗ്രാം ശർക്കര ഈ ഒരളവിൽ. നിങ്ങൾക്ക് ഇത്രയും മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 200 ഗ്രാം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 250 ഗ്രാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു ശർക്കര പാനിയൊക്കെ പെട്ടെന്ന് തന്നെ ഇതിലോട്ട് തിക്കായിട്ട് വരും, പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നേരം അങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ഏലക്ക പൊടിച്ചതും ഒന്നിച്ച് തന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ഇതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ, രണ്ടും കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി വേണ്ടത് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. 1-2 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു തേങ്ങയൊക്കെ നന്നായി മിക്സായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഈ ഒരു ശർക്കര പാനിയും അതുപോലെ ഈ ഒരു തേങ്ങയും പയറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇനി ഇതിലോട്ട് നമ്മൾ അവസാനമായിട്ട് ഒരു ചെരുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇത്രയും മതി. അപ്പം ഇത്രയും ഒരു തിക്കായി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. പച്ചരിപ്പൊടി ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി, കളറൊന്നും മാറാത്ത രീതിയിൽ. അപ്പോൾ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ നൈസ് പത്തിരിപ്പൊടി അതുപോലെ അപ്പം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം, വറുക്കണമെന്നില്ല. അത് ഓൾറെഡി വറുത്ത് വരുന്ന പൊടി തന്നെയാണ് കേട്ടോ. കാസർഗോഡൻ സ്റ്റൈലിലുള്ള പത്തിരിപ്പൊടി ചേർക്കുന്നതിനേക്കാളും പച്ചരിപ്പൊടി വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് വീണ്ടും 1/4 കപ്പ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അരക്കപ്പ് പൊടിയാണ് കേട്ടോ വേണ്ടത്. അരക്കപ്പ് പൊടി പാകത്തിനാകുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഒന്ന് നല്ലോണം കുറക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ ഇത് നല്ലൊരു ബോൾ ഷേപ്പ് ആക്കിയെടുക്കാനുള്ള പരുവമായി കിട്ടുന്നുണ്ട്. ആ ഒരു പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതൊരു ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള പരുവമായി കിട്ടണം.
അതുവരെ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട്. അപ്പോൾ ഇതായിട്ടുണ്ട് പാകത്തിന്. കുറേ നേരം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണോ വാട്ടിയെടുക്കണമെന്നില്ല കേട്ടോ. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4-5 മിനിറ്റ് മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതുപോലെ ഈ ഒരു ഷേപ്പായി കിട്ടുന്നുണ്ട്. ഇത്രയും തിക്കായി കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി നേരം ചൂടാറിയതിന് ശേഷം നമുക്കിത് ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ. ഇനി അധികം പണിയൊന്നുമില്ല. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരിച്ചിരി എണ്ണയോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരിച്ചിരി വേണമെങ്കിൽ മാത്രം. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം. ഞാൻ ബോൾ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതുപോലെ ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് ഒരു നട്ട്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. തേങ്ങ ചിരകിയതിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മാത്രം. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇതുപോലെ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് തിളച്ചതിന് ശേഷം 15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. മൊത്തത്തിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 20 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം കട്ട് ചെയ്ത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പയറും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി വരുമ്പോൾ അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ വേണ്ടത്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനേക്കാളും പഴുത്തതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം അരക്കപ്പ് നിറയെ എടുത്തിട്ടില്ല, അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറക്കാം. ഇതിലോട്ട് ഇനി 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ഓൾറെഡി പഞ്ചസാരയും പഴവും ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ ബ്ലെൻഡായി കിട്ടും. പേരിന് മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ പഴത്തിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ ഇതും വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി തന്നെയാണ് കേട്ടോ, പച്ചരിപ്പൊടി. പിന്നെ അതുപോലെ കാസർഗോഡൻ സ്റ്റൈലിലുള്ള പത്തിരിപ്പൊടിയും നമുക്ക് ഇതിലോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം ഇതിലോട്ട് എത്രയാണ് ചേർത്ത് കൊടുത്തതെന്ന്. അപ്പോൾ ഇതിലോട്ട് ഒരുപാട് പൊടിയൊന്നും ചേർത്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഒരു പഴത്തിൻ്റെ ഫ്ലേവറൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അരക്കുമ്പോൾ കഴിയുന്നതും തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുന്നത്. ഇത് നമുക്കൊരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ എത്രയാണ് പൊടി ചേർത്തെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതൊരു ബോൾസാക്കി എടുക്കാൻ പാകത്തിനായിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും മതി. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിച്ചിരി എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഒരിച്ചിരി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് പാകത്തിന് തന്നെ ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടി അരക്കപ്പാണ്. മൊത്തത്തിൽ 1 കപ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് മാത്രമാണ് കേട്ടോ. അരക്കപ്പ് ഇതിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ അരക്കപ്പ് ഏകദേശം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു രീതിയിൽ ആയി കിട്ടുന്നുണ്ട്. ഇനി നമ്മളിത് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് അകത്ത് ഫില്ലിങ് വെച്ചിട്ടാണ് കേട്ടോ, നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി അകത്ത് ഫില്ലിങ് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ് ഇഷ്ടമുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിലോട്ട് വെച്ച് കൊടുക്കുന്നത് മുട്ടയും പഞ്ചസാരയും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഫില്ലിങ്ങാണ്. ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുള്ളത്, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചേർത്തിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ള ഫില്ലിങ്ങാണ്. ആ ഒരു ഫില്ലിങ് തന്നെയാണ് കേട്ടോ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഞ്ചസാരയും തേങ്ങയും ആ ഒരു ഫില്ലിങ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഫില്ലിങ് അതും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഏത് ഫില്ലിങ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ബോൾ ഷേപ്പ് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ബോൾ ഷേപ്പ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉന്നക്കായ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതും കാണിച്ചു തരാം. ഇനി നമ്മളിതൊരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റീമറിൻ്റെ ഈ ഒരു തട്ടിലും ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ബോൾ ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇതും ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എണ്ണയൊന്നും കഴിക്കാത്തവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. പിന്നെ അതുപോലെ നമുക്ക് ഷാലോ ഫ്രൈ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. വേവിച്ചെടുക്കാതെ ഇതുപോലെ ഒരിച്ചിരി നെയ്യ് ആക്കി കൊടുത്തിട്ട് 1-2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. വേവിച്ചെടുക്കുകയാണെങ്കിൽ എണ്ണയൊന്നും കഴിക്കാത്തവർക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്നൊരു പെട്ടിപ്പത്തിരിയാണ്. ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്, അകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുഴക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇതിലേക്കുള്ളൊരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ ഇത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ, അല്ലെങ്കിൽ എണ്ണയോ നെയ്യോ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള 3 സവാള ചേർത്ത് കൊടുക്കാം. ആദ്യം എണ്ണയുടെ അളവൊക്കെ നിങ്ങൾക്ക് കുറക്കാം കേട്ടോ.
നിങ്ങൾ എണ്ണ കഴിക്കാത്തവരാണെങ്കിൽ എണ്ണ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്തുവേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് രണ്ടും കൂടെ മൊത്തത്തിൽ 1 ടേബിൾ സ്പൂണ്. അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഇതൊന്ന് നമ്മൾ വഴറ്റിയെടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 3 സവാളയാണ് കേട്ടോ. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതിയാകും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ക്യാപ്സിക്കം മതിയാകും. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്യാപ്സിക്കം ഒന്ന് വാടുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ട് ഈ ഒരു സമയത്ത് ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും അതിന് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മീറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മസാല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ വേവിച്ച് ഷ്രെഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഈ ഒരു മാവൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ ഒരു പൂരിയുടെ സൈസിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. പക്ഷെ അതിനേക്കാളും തിക്കായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. അത്രയും തിന്നായിട്ടല്ല നമ്മളിത് പരത്തി കൊടുക്കേണ്ടത്. നല്ല തിക്കായിട്ട് ഒരു പൂരിയുടെ സൈസിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്ക് മസാല വെച്ച് കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച അപ്പോൾ സൈഡിലോട്ടൊന്നും ആവാത്ത രീതിയിൽ നടുക്ക് മാത്രമായിട്ട് ഇതുപോലെ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മോമോസൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇതുപോലെ അങ്ങനെ ഞൊറി ഇട്ട് എടുക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീമറിൻ്റെ ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ടും ഒരിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 11-12 എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു സൈസിൽ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 7 എണ്ണം ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട്. ബാക്കി പിന്നീട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ ഞാനിതൊരു ഷാലോ ഫ്രൈയും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് മാത്രമാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. തിളച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് മാത്രം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷാലോ ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് തിളച്ചതിന് ശേഷം 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ 3 മിനിറ്റ് മാത്രം വേവിച്ചിട്ടുള്ളതാണ്. ഷാലോ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ കൂടുതൽ സമയം വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ എണ്ണയൊക്കെ നിങ്ങൾക്ക് എണ്ണ കഴിക്കാത്തവരാണെങ്കിൽ എണ്ണ കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി എണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ജസ്റ്റ് വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വിഭവം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് തിരിച്ചും മറിച്ചും ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക.
ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഒരു 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒന്ന് കൂടുതൽ സമയം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാലും അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നൊരു മസാല പോള ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഒരു വലിയ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്കതും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് വാടി വരുമ്പോഴേക്കാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ക്രഷ് ചെയ്തതാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി ഒരുമിച്ചുള്ളത് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രഷ് ചെയ്തതാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് ബിരിയാണി മസാല പൗഡർ അല്ലെങ്കിൽ മീറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമുക്ക് വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കാം, വേവിക്കാതെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. വേവിക്കാതെ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന. 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് വേവിക്കാതെ ചേർക്കുന്നെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ചിക്കൻ വെന്ത് വരുമ്പോഴും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാ സ്നാക്കിനും ചെയ്യുന്ന പോലെ അത്രയും ഡ്രൈ ആയിട്ട് വേണമെന്നില്ല ഈ ഒരു മസാല. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ ഈ ഒരു ചിക്കനിലോട്ട് മസാലയൊക്കെ നല്ലോണം പിടിക്കുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു മസാല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അവസാനം ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്ത് മല്ലിയില ചേർത്തിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഞാനിപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി, എല്ലാം കൂടെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു അരപ്പ് അരച്ചെടുക്കണം. ഇതിലേക്കുള്ള മാവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മാവിന് വേണ്ടത് ഒരു ബ്ലെൻഡറിലോട്ട് 1 കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്ത് കഴുകിയെടുത്ത ശേഷം വെള്ളം ഒന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ട് തന്നെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്. പിന്നെ നെയ്ച്ചോറിൻ്റെ അരിയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരിയും എടുക്കാം, സാദാ ദോശ റൈസ്. പക്ഷേ നെയ്ച്ചോറിൻ്റെ അരിയാകുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1/4 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ള 1/4 പാൽ എന്ന രീതിയിലുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് അരക്കാൻ പാകത്തിന് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലോട്ട് വേറൊന്നുമില്ല. ഇനി ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടതിന് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ 1/4 കപ്പ്
തേങ്ങാപ്പാലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അരക്കാൻ പാകത്തിന് ചേർത്തിട്ട് ബാക്കിയുള്ളത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് വെള്ളവും കൂടെ ബ്ലെൻഡറിലോട്ട് തന്നെ ചേർത്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3/4 കപ്പ് വെള്ളവും 1/4 കപ്പ് തേങ്ങാപ്പാലുമാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഈ ഒരു രീതിയിൽ മാവൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ മാവ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ തേങ്ങാപ്പാൽ എന്തായാലും ചേർത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് അത്രയും സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇതുപോലുള്ള സ്റ്റീമറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ ഒരിച്ചിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്ലേറ്റോ അല്ലെങ്കിൽ മോൾഡോ എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് കട്ടിക്ക് ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഒരു സൈസിലുള്ള പ്ലേറ്റ് ആണെങ്കിൽ ആദ്യം നേരെ പകുതി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് രണ്ടാമത് വേവിച്ചെടുക്കാം. ഒന്നിച്ച് തന്നെ വലിയ പ്ലേറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പകുതി മാവ് ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ പകുതി മാവാണ് കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏകദേശം പകുതി മാവ് ബാക്കിയുണ്ട്. രണ്ടാമത് നമുക്ക് ഇനിയൊരു പോളയും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു സൈസിൽ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തിളച്ചതിന് ശേഷം 1 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലോണം ആദ്യം ഒന്ന് തിളച്ചതിന് ശേഷം ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. എന്നിട്ടാണ് ഇതിലോട്ട് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഒരുമിച്ച് തന്നെ മസാല ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നേരെ പകുതി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നേരെ പകുതി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പകുതി മസാലയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതൊരു 20 മിനിറ്റോളം ഏകദേശം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. വേണമെങ്കിൽ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ചൂടാറിയ ശേഷം സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഇഫ്താറിനാണെങ്കിലും രാത്രിക്കാണെങ്കിലും കുട്ടികൾക്ക് കൊടുത്തു വിടാനാണെങ്കിലൊക്കെ നല്ലൊരു വിഭവം തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്, അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പിസ്സ ഫ്ലേവറിലുള്ളൊരു അടയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള, അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു വലിയ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് മെയിനായിട്ട് പിസ്സ സോസാണ്. അപ്പോൾ പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി. 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതാണെങ്കിലും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചിക്കൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് വരുത്താം. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ പത്തിരിപ്പൊടിയാണ് കേട്ടോ, ഞങ്ങളെ കാസർഗോഡൻ സ്റ്റൈലിലുള്ള പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നൈസ് പത്തിരിപ്പൊടിയല്ല, കാസർഗോഡൻ പത്തലിൻ്റെ പൊടിയാണ് കേട്ടോ. 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊടി എടുക്കുമ്പോൾ, ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള പൊടിയാണ്. ഈ ഒരു പൊടി എടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല, തിളച്ച വെള്ളത്തിലിട്ടിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. നൈസ് പത്തിരി പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കുക.
പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാകത്തിനുള്ള ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ. അങ്ങനെ നല്ലോണം തിളച്ച വെള്ളമല്ല, ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടെല്ലാം കൂടെ നമുക്കൊരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് പത്തിരിക്ക് ചെയ്യുന്ന പോലെ അത്രയും ഇതായിട്ട് ഹാർഡായിട്ട് കുഴച്ചെടുക്കേണ്ട. അതിനേക്കാളും ഒരിച്ചിരി അയവിൽ കുഴച്ചെടുത്താൽ മതി, ഒരു പൊടിക്ക് ലൂസായിട്ട്. അപ്പോൾ നമ്മളിത് കൈകൊണ്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. വാഴയില വെച്ചിട്ട് കൈകൊണ്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്, പത്തിരി പ്രസ്സിലല്ല. അപ്പോൾ നമ്മൾ സാധാരണ പത്തിരിക്ക് ചെയ്യുന്നതിനേക്കാളും ഒരിച്ചിരി അയവിൽ കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കണം വാഴയില വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് അട ചെയ്യുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് വാഴയില വാട്ടിയെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു സൈസിലുള്ള ബോൾസാക്കി വെക്കുക. എന്നിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് നല്ലോണം തിന്നാക്കി എടുക്കണമെന്നില്ല, പക്ഷെ നല്ലോണം കട്ടിക്കും പരത്തി കൊടുക്കാണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് കഴിക്കാൻ കൊള്ളൂല. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടറ്റവും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ പെട്ടെന്നത് യോജിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഇതുപോലെ ഓരോന്നും പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ നടുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. നടുക്ക് മാത്രമായിട്ട് വെച്ച് കൊടുക്കുക, സൈഡിലോട്ടൊന്നും ആവാത്ത രീതിയിൽ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൊസറല്ല ചീസ്, ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. സൈഡിലോട്ടൊന്നും ആവാത്ത രീതിയിൽ മുകൾ ഭാഗം മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടറ്റവും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ അറ്റത്തൊക്കെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ മസാല അതുപോലെ ചീസൊക്കെ മെൽട്ടായിട്ടൊക്കെ പുറത്തോട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം കൂടെ ഈ ഒരു രീതിയിൽ പരത്തി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സൈസിലുള്ള അടയാണെങ്കിൽ ഞാൻ കാണിച്ച അളവിൽ ഏകദേശം നമുക്ക് 20 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വാഴയില ഇല്ലെങ്കിൽ നമുക്ക് പത്തിരി പ്രസ്സിൽ കുറച്ച് നല്ലോണം തിന്നായിട്ടല്ല, ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് പരത്തിയിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് രണ്ടറ്റവും കൂടി യോജിപ്പിച്ചെടുത്താൽ മതി. വാഴയില ഇല്ലാതെയും നമുക്ക് പ്ലാസ്റ്റിക് കവർ മാറ്റിയിട്ട് നമ്മളൊരു പ്ലേറ്റിലോ എന്തിലെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീമാക്കി എടുക്കാം. ആ ഒരു രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അറ്റവും കൂടെ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട്. പിന്നെ നമ്മൾ സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ മുകൾ ഭാഗം ഇതുപോലെ മുകളിലോട്ടായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. നേരെ ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുക്കരുത്, ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 20 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പിന്നെ ഇതേപോലെ നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന പല വിഭവങ്ങളും ഞാൻ മുമ്പും കുറേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ചെമ്മീൻ വെച്ചിട്ട് ഇലയട, അതുപോലെ ചെമ്മീൻ ഉണ്ടപ്പുട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കറിയൊന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിഭവമാണ്. അങ്ങനെ അധികം മസാലയൊന്നും വേണ്ട ഇതിനൊന്നും. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾ എന്തായാലും കഴിക്കും. ഇതുപോലെ തന്നെ ദോശ വെച്ചിട്ട്, ഗോതമ്പ് ദോശ വെച്ചിട്ട് ദോശ പിസ്സയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് ഇതേപോലെ മധുരം വെച്ചിട്ടുള്ളൊരു അട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള പണ്ടം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ 200 ഗ്രാം ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ 200 ഗ്രാം എടുത്താൽ മതി. 2 കപ്പ് മാവിൻ്റെ അളവിനുള്ള പണ്ടമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 200 ഗ്രാം ശർക്കര എടുക്കുക. ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ശർക്കരയൊക്കെ നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ശർക്കരക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ എടുത്താൽ മതി. അപ്പോൾ പാകത്തിനാകുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് എല്ലാം കൂടെ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പണ്ടം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാനായിട്ട് നമ്മൾ പിസ്സ ഫ്ലേവറിലുള്ള അട ചെയ്തില്ല, ഒരു സെയിം മാവ് തന്നെയാണ് ഇതിലോട്ടും വേണ്ടത്. 2 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വാഴയിലയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമ്മൾ മധുരം വെച്ചിട്ടുള്ള ഈ ഒരു ശർക്കര വെച്ചിട്ടുള്ള പണ്ടമാണ് വെച്ച് കൊടുക്കുന്നത് നടുക്ക്. എന്നിട്ട് രണ്ടറ്റവും കൂടെ യോജിപ്പിച്ചെടുത്താൽ മതി, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. രണ്ടറ്റവും കൂടെ നന്നായി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഈ ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾ ടർമറിക് ലീഫ് വെച്ചിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാഴയില വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ണപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്ത് കഴുകിയെടുത്തിട്ടുള്ള അരിയാണ്. കഴുകിയെടുത്ത ശേഷം ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വാർന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. വെള്ളം വാർന്നിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് സെയിം ചോറ്, 1/4 കപ്പ് തന്നെ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാ പുഴുക്കലരി ചോറ്, പച്ചരി ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തന്നെ എടുത്താൽ മതി. ഇനി വേണ്ടത് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അരക്കാൻ പാകത്തിന് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക, തരിയൊന്നും ഇല്ലാതെ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇഡലി മാവിനേക്കാളും ഒരു പൊടിക്ക് ലൂസാക്കി എടുത്താൽ മതി. ഇഡലി മാവിൻ്റെ അത്ര കട്ടി വേണ്ട, അതിനേക്കാളും ഒരു പൊടിക്ക് ലൂസാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2-3 ടേബിൾ സ്പൂൺ, അതിനേക്കാളും കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഒരുപാട് ലൂസാക്കി എടുക്കരുത് മാവ്. കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ഇഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിനേക്കാളും ഒരിച്ചിരി ലൂസാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിത് 1 മണിക്കൂറോളം മൂടി വെച്ചിട്ട് ഇത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഇതിലോട്ട് ബേക്കിംഗ് സോഡയും പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ളൊരു ഫില്ലിങ് കൂടി, മസാല കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത വെളുത്തുള്ളി, അതുപോലെ 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം മതിയാകും. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഇതിലോട്ട് ഒരു ചെറിയ ക്യാപ്സിക്കം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്.
ഇതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതി മതിയാകും, ചെറുതാണെങ്കിൽ ഒന്നെടുക്കുക ഫുള്ളായിട്ട്. പിന്നെ ഇതിലോട്ട് 2 ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വഴറ്റി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം ചെറുതായിട്ടാണല്ലോ അരിഞ്ഞിട്ടാണല്ലോ ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. അതുപോലെ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറക്കാട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലോട്ട് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസാലയുടെ പച്ചപ്പൊക്കെ മാറി കിട്ടണം. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസും ഈ ഒരു മസാലപ്പൊടികളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളി ഒന്ന് വെന്ത് ഇതിലോട്ടൊന്ന് വടയുന്ന പരുവമാകുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക, ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്, എല്ലാം കൂടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം തിക്കായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള പരുവാണ്. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കൂടുതൽ തിക്കായിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ബൗളിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഇഡലി തട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഇച്ചിരി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്കിത് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ബൗള് നമ്മൾ ഇതിലാണോ വേവിച്ചെടുക്കുന്നത് അതിലോട്ട് ഈ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് മാവ് ഒരു 1/4 ഭാഗത്തോളം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, നമ്മളിങ്ങനെ മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ മുകളിലായിട്ട് നിൽക്കുന്നുണ്ട്. മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ മസാല ഇട്ട് കൊടുക്കുമ്പോൾ താഴ്ന്നു പോകും. അപ്പോൾ മാവിൻ്റെ പരുവം ഞാൻ പറഞ്ഞ രീതിയിൽ കറക്റ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ സൈഡൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പകുതി മാവുണ്ട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിഭവം തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുണ്ട്, കഴിക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സെയിം മാവും അതുപോലെ സെയിം മസാലയും വെച്ചിട്ട് വേറൊരു ഡിഷും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പൊട്ടാറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുക. പകുതി മസാലയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 4 പൊട്ടാറ്റോ എടുക്കുക. അപ്പോൾ ഞാൻ പകുതി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് 2 പൊട്ടാറ്റോയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പൊട്ടാറ്റോയും ഈ ഒരു മസാലയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി.
അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മളിത് ചെറിയൊരു ബോൾസാക്കി എടുത്തിട്ട് ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുക. ഒരു ഗ്ലാസിൻ്റെ അകത്ത് വെക്കാൻ പാകത്തിന് ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഗ്ലാസിൻ്റെ സൈസ് ഒന്ന് നോക്കുക. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ വേവിക്കാൻ വെക്കുന്നത് അതിനനുസരിച്ച് നമ്മളിതുപോലെ ഒന്ന് ബോൾസാക്കിയിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുത്താൽ മതി. ഇനി ഇതിലോട്ട് വേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെയിം മാവ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നേരെ പകുതിയാണ് കേട്ടോ ഉള്ളത്. അതുപോലെ മസാലയും പകുതി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലുള്ള ഗ്ലാസ്സിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്ലാസ് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു പകുതി ഗ്ലാസിൻ്റെ പകുതിയോളം മാവ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഗ്ലാസ്സിലോട്ടും പകുതിയേക്കാളും ഒരിച്ചിരി കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു ബോൾ ഷേപ്പ്, ഈ ഒരു റോൾ ഷേപ്പ് ഉണ്ടല്ലോ, ഇതുപോലെ ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ മസാല വെച്ച് ചെയ്തുണ്ടാക്കിയ ഈ ഒരു റോള് ഗ്ലാസിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി വേണ്ടത് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബോൾസൊക്കെ കവറാകുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് കുറച്ച് നിറയെ തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ. ഗ്ലാസ് നിറച്ചൊഴിച്ചു കൊടുക്കണ്ട, പക്ഷേ ഈ ഒരു ബോൾസൊക്കെ കംപ്ലീറ്റ് കവറാകുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബാലൻസ് ഉള്ള മാവായിരുന്നല്ലോ നേരത്തെ, അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി മാവ് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഇതിൻ്റെ മുകളിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി മാവ് കുറവുണ്ടായിരുന്നു. ബാലൻസ് ഉള്ള മാവിലാണല്ലോ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കവറാകുന്ന രീതിയിൽ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമുക്കിങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് അധികം പണിയൊന്നുമില്ല. മെല്ലെ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇതാക്കിയെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിനേക്കാളും തൊട്ട് മുന്നേ ചെയ്ത കണ്ണപ്പത്തിൻ്റെ റെസിപ്പി കാണാത്തവർ കാണാട്ടോ. അതിൽ സെയിം കാണിച്ചിട്ടുള്ള ഇതിൻ്റെ മാവും മസാലയും സെയിം ആണ് ഇതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി കാണാത്തവർ കാണാട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ്. അതുപോലെ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം, ഇതിൽ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഒരു വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായി അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ 1-2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സ്പൈസസ് ആണ്. അപ്പോൾ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന്. ഇനി ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് മാവാണ്. അപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയാട്ടോ എത്രയാണ് ചേർത്ത് കൊടുത്തതെന്ന്. ടോട്ടലായിട്ട് എത്ര ചേർത്ത് കൊടുത്തതെന്ന് പറയാം. അപ്പോൾ ആദ്യം 1/4 കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. തക്കാളിയിൽ ഒരുപാട് വെള്ളം ഇറങ്ങി വരുന്നതാണല്ലോ. അപ്പോൾ കൂടുതൽ തക്കാളി ചേർക്കണ്ട, അല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1/4 കപ്പ് ഗോതമ്പ് മാവും 1/4 കപ്പ് അവിലും എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ 1/2 കപ്പ് ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ നല്ല പാകത്തിന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് റോളാക്കി എടുക്കണം. കുറച്ച് എടുത്തിട്ട് കയ്യിൽ മെല്ലെ ഒന്ന് ഉരുട്ടി റോളാക്കി എടുക്കുക.
അപ്പോൾ വേണമെങ്കിൽ കയ്യിലൊരു ഇച്ചിരി എണ്ണയോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം തടവി കൊടുത്താലും മതി നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. അപ്പോൾ ഒരുപാട് അങ്ങനെ പ്രസ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കൈവെള്ളയിൽ ഉരുട്ടി ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റീമറിൻ്റെ തട്ടിൽ ഞാൻ എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇനി വേവിച്ചെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15-20 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. എണ്ണയൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് പഴം വെച്ചിട്ടുള്ളൊരു മധുര വിഭവമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പണ്ടം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടി, അണ്ടിപ്പരിപ്പ് അതൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് വേണമെങ്കിലും തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക, ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ശർക്കര പണ്ടം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വെള്ളമൊക്കെ വറ്റി തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലോട്ട് ഒരു ഇച്ചിരി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പിസ്ത പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പണ്ടം. അപ്പോൾ പണ്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പഴം ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു നാരക്ക ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ഒരു നാര് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാര് ഇട്ട് കൊടുക്കരുത്. ഇതിൻ്റെ നാര് ഇതുപോലെ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മൊത്തം പഴം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഗോതമ്പ് മാവ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വരെ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ചപ്പാത്തി മാവൊക്കെ ആ ഒരു രീതിയിൽ അതിനേക്കാളും കുറച്ച് സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട്. പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു ഗോതമ്പ് മാവിൽ തന്നെ ഉപ്പ് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്താലും നമുക്ക് അത് കുഴച്ചെടുക്കുമ്പോൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഏത് സൈസിലാണോ വേണ്ടത്, പൂരിയൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുന്നെങ്കിൽ ആ ഒരു രീതിയിലുള്ള ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന രീതിയിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സൈസിൽ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ബോൾസാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പലകയിൽ ഒരിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അത്രയും തിന്നാക്കി പരത്തണ്ട, അതിനേക്കാളും ഒരിച്ചിരി കനത്തിൽ പരത്തിയെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പൂരിയുടെ ആ ഒരു ഷേപ്പിൽ വേണമെങ്കിലും അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ പരത്തിയിട്ട് ഇതിൻ്റെ 4 അറ്റവും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ നടുക്ക് പണ്ടം വെച്ച് കൊടുക്കുക. നടുക്കായിട്ട് തന്നെ പണ്ടം വെച്ചിട്ട് പിന്നെ നമ്മളത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്ത് ഇതുപോലെ ആക്കി ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒട്ടി കിട്ടണം കേട്ടോ. ഒരു രണ്ടറ്റവും കൂടെ നന്നായിട്ട് ഒന്ന് ഒട്ടി കിട്ടണം, അല്ലെങ്കിൽ അത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പുറത്ത് വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തട്ടിൽ ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ മാവും ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. വലിയ സ്റ്റീമറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15-20 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് ചൂടാറുമ്പോൾ നമുക്കിതിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് അവിൽ കൊണ്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1-2 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ. അപ്പോൾ ചാട്ട് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാത്രം, അപ്പോൾ ഇതിലൊരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയോ ബട്ടറോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ളത് എടുക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പാത്രം എടുക്കാം. പക്ഷേ ഒരുപാട് വലിയ പാത്രം എടുക്കാതിരിക്കാം കേട്ടോ. നല്ലോണം വലുതായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്യാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സാധാരണ ബേക്കിംഗ് ടിന്നൊക്കെ ഇല്ലേ 1 കിലോ വരുന്ന, അതൊക്കെ എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇനി മാവ് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ഭാഗം വരെ മാവ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അമർത്തിയിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള 2 ടിന്നിൽ ഞാൻ എടുത്തിട്ടുണ്ട്, മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 കപ്പ് കേക്കിൻ്റെ മോൾഡിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ പകുതി ഞാൻ പിന്നീടാണ്. അപ്പോൾ ആദ്യം ഇത്രയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 15-20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് 20 മിനിറ്റോളം വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമ്മളിങ്ങനെ സൈഡ് മെല്ലെ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നാലും ഒരു നൈഫ് വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാകുമ്പോൾ ഒരു ഇച്ചിരി എണ്ണ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ എണ്ണയുടെ അളവൊക്കെ കുറക്കാം. ഞാൻ പറഞ്ഞ പോലെ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 2 കൂടെ 2 മോൾഡിൽ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെല്ലാം കൂടെയാണ് കേട്ടോ ഇത്രയും എണ്ണ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ഇച്ചിരി സവാള ചേർത്ത് കൊടുക്കാം.
അതുപോലെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണയും അതുപോലെ ആ ഒരു വഴറ്റിയതൊക്കെ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഈ ഒരു ഡിഷ് ഇട്ട് കൊടുക്കാം. മെല്ലെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കണ്ട, ജസ്റ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. ഒരു 2-3 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്താൽ മതി. ഇനി നമ്മളിത് മെല്ലെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക. പ്ലേറ്റ് അടുത്ത് വെച്ചിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. പൊടിഞ്ഞു പോവാത്ത രീതിയിൽ മെല്ലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് നല്ല ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ മോമോസാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോമോസ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മാവ് എത്രത്തോളം സോഫ്റ്റ് ഡോ ആക്കി എടുക്കുന്നുണ്ടോ, എത്രത്തോളം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നുണ്ടോ അത്രയും സോഫ്റ്റായിട്ടുള്ള മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് മൈദയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1-2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. നിങ്ങൾക്ക് എല്ലാത്തിനും ഒലിവ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. സൺഫ്ലവർ ഓയിലിന് പകരം ഇങ്ങനെ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നതൊക്കെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി കുഴക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിതിലോട്ട് 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള, ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്ത. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ഡോ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നിങ്ങളൊരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് അരമണിക്കൂറോളം മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് സാധാരണ വേവിക്കാത്ത ചിക്കനാണ് മോമോസ് ഉണ്ടാക്കാനായിട്ട് ചേർക്കാറുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. നിങ്ങൾ വേവിക്കാത്ത ചിക്കന് വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക, ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള. പിന്നെ ഇതിലോട്ട് ഒരു പച്ചമുളകൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1-2 പച്ചമുളക് ഓപ്ഷണലാണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യൂമിൻ ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീരാണ്, ലെമൺ ഡ്രോപ്സ് 1 ടേബിൾ സ്പൂണ് ലെമൺ ഡ്രോപ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവൊന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ബോൾസാക്കി എടുക്കുക. ഒരു പൂരിയൊക്കെ പരത്തുന്ന പോലെ ആ ഒരു സൈസിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ നല്ലോണം തിന്നാക്കി എടുക്കണ്ട കേട്ടോ. ഒരുപാട് തിന്നാക്കി പരത്തിയെടുക്കുമ്പോൾ നമ്മളത് വേവിച്ചെടുക്കുമ്പോൾ അടിഭാഗം പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൂരിയുടെ കനത്തിൽ തന്നെ നമ്മൾ സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. അതുപോലെ ഒരുപാട് കട്ടിക്കും പരത്തണ്ട, ഒരുപാട് തിന്നായിട്ടും പരത്തണ്ട.
അപ്പോൾ പരത്തിയെടുത്ത ശേഷം നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞുറിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് കേട്ടോ മൊത്തം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തം ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു അളവിൽ ഈ ഒരു സൈസിൽ 20 മൊമോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പകുതി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് മാവ് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് പിന്നീട് ബാക്കിയുള്ളത് പിന്നീട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ മസാലയും പാകത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ, പാകത്തിനായിക്കോളും. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് ഷെസ്വാൻ ചട്നിയാണല്ലോ കോമ്പിനേഷൻ. അപ്പോൾ ഇതും കൂടെ ഈ ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.